നടിയെ ആക്രമിച്ച കേസിൽ കോടതിക്കെതിരെ അതിരൂക്ഷ പരാമർശവുമായി അതിജീവിത. ഞെട്ടിക്കുന്നതും നീതിരഹിതവുമാണ് കോടതിയുടെ നടപടിയെന്ന് അതിജീവിത. കോടതിയിൽ നിന്നുണ്ടായത് നീതി നിഷേധമായ ദുരനുഭവമാണെന്നും അതിജീവിത പറയുന്നു. ദുരനുഭവത്തിൽ തകരുന്നത് മുറിവേറ്റ മനുഷ്യരും അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീചരുമെന്നും അതിജീവിത. റിയ ബേബി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിയ, എവിടെയാണ് അതിജീവിത ഈ പ്രതികരണം നടത്തിയത്? കഴിഞ്ഞ ദിവസം ഹാഷ് വാല്യൂ മാറി കോടതിയുടെ ഇടപെടൽ ഉണ്ടായേക്കാമെന്ന വാർത്തകൾ, റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അതിലാണോ ഈ പ്രതികരണം? കഴിഞ്ഞ ദിവസമാണ് ഈ നടിയെ ആക്രമിച്ച കേസിന്റെ മെമ്മറി കാർഡ് 3 തവണ അനധികൃതമായി പരിശോധിച്ചെന്ന കണ്ടെത്തൽ പുറത്തു വരുന്നത്. ഇതിന് പിന്നാലെ അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. അതിനുശേഷം ഇതാദ്യമായാണ് ഈ വിഷയത്തിൽ നടി തന്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ തന്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത്. ദിസ് ഈസ് അൺഫെയർ ആൻഡ് ഷോക്കിംഗ് എന്ന വാചകത്തോടു കൂടിയാണ് തന്റെ ദുരനുഭവം അവർ വ്യക്തമാക്കുകയും ഇക്കാര്യത്തോട് അവർ പ്രതികരിക്കുകയും ചെയ്തത്. അങ്ങേയറ്റം നീതി നിഷേധവും ഞെട്ടിപ്പിക്കുന്നതുമായ സംഭവങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്നത്. ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ, തനിക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ എന്ന നടി വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും ഒരു സാധാരണക്കാരന് നീതി ലഭിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നത് കോടതി മുറിയിലാണ്. ആ കോടതിയിൽ നിന്ന് തന്നെ തനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് സാധാരണക്കാരന് രാജ്യത്തെ ഭരണഘടന അനുവദിച്ച അവകാശത്തിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങേയറ്റം നീതി നിഷേധമാണ് എന്നവർ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സംഭവത്തിൽ ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് കോട്ട കെട്ടി സംരക്ഷിക്കുന്ന കോടതി മുറിയിൽ വെച്ച് തനിക്ക് നീതി നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. തന്റെ സ്വകാര്യത കോടതിയിൽ വെച്ച് തന്നെ ലംഘിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇത് അങ്ങേയറ്റം നീതി നിഷേധമാണെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോഴും അതിജീവിത എടുത്തു പറയുന്നത് താൻ ഇതുമായി ബന്ധപ്പെട്ട പോരാട്ടം തുടരും. കോടതിയിൽ തനിക്ക് ചില കാര്യങ്ങളിൽ തനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. ആ പോരാട്ടം താൻ തുടരുമെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ആദ്യമായി അതിജീവിത അതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളിലൊക്കെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നവർ വ്യക്തമാക്കുകയും ചെയ്തു. IG റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്നായിരുന്നു അവർ ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ഈ സംഭവത്തിന് ശേഷമുള്ള ആദ്യ പ്രതികരണമാണ്. ഇതിനുവേണ്ടി ഐ വിൽ കണ്ടിന്യൂ മൈ ഫൈറ്റ് അണ്ടിൽ ഐ ഗെറ്റ് ജസ്റ്റിസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. കുറെ കാര്യങ്ങളുണ്ട് ആ റിപ്പോർട്ടിൽ, വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. ഈ സീനിയർ ക്ലാർക്ക് മെമ്മറി കാർഡ് വീട്ടിലേക്ക് കൊണ്ടുപോയി, അങ്ങനെ കുറെ വിവരങ്ങളുണ്ട്. ഇതിൽ കുറെ പോരാടിയിട്ടാണ് ഈ വിവരങ്ങൾ പോലും, ഈ അന്വേഷണം നടന്നു, അതിന് റിപ്പോർട്ടായി. പക്ഷേ അതിജീവിതയ്ക്ക് ആ റിപ്പോർട്ട് കിട്ടാൻ വീണ്ടും പോരാടേണ്ടി വന്നു. അങ്ങനെ ഇത് എത്രയോ കാലമായുള്ള ഒരു പോരാട്ടമായി മാറുകയാണ്. പല ഭാഗങ്ങളിൽ നിന്നും തിരിച്ചടി എന്ന് മാത്രമല്ല, അതല്ല അതിന്റെ വാക്ക്, ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെ മുന്നോട്ട് എന്നാണ് പറയുന്നത് അവർ? നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അതിജീവിത ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇങ്ങനൊരു അന്വേഷണം നടത്തുകയും പിന്നീട് അവർ അതിന്റെ റിപ്പോർട്ട് വേണം തനിക്കെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് അതിജീവിതയ്ക്ക് ഈ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ലഭിക്കുകയും ചെയ്തത്. ഇതിൽ അവർ എടുത്തു പറയുന്നുണ്ട്, ഈ പറഞ്ഞ 3 തവണ ഇതിന്റെ ഹാഷ് വാല്യൂ മാറുന്നുണ്ട്. അതിൽ അങ്കമാലി മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ലീന റഷീദ്, ഈ ജില്ലാ ജഡ്ജിയുടെ PA ആയിട്ടുള്ള മഹേഷ്, വിചാരണ കോടതിയുടെ ശിരസ്തുദാറായിട്ടുള്ള താജുദ്ദീൻ, ഇവർക്കെതിരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തലുകൾ വരുന്നത്. ഇതിൽ തന്നെ അവർ എടുത്തു പറയുന്നുണ്ട്, ഈ അങ്കമാലി മജിസ്ട്രേറ്റ് മെമ്മറി കാർഡ് സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിച്ചു എന്ന് പറയുന്നത് അത് അങ്ങനെ സൂക്ഷിക്കാം, ഈ കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ് എന്ന കാര്യമൊക്കെ അവർ നേരത്തെ തന്നെ ഈ കോടതിയെ സമീപിച്ചപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അനധികൃത പരിശോധനകളെ കുറിച്ച് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അവിടെ ഫോണുകൾ കസ്റ്റഡിയിൽ എടുക്കുകയോ തുടർ നടപടികൾ നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല. അക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അവർ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇപ്പോഴും അതിജീവിത ആവശ്യപ്പെടുന്നത് പരാതിക്കാരിയായ തന്നെ മാറ്റി നിർത്തി അതീവ രഹസ്യമായി ഇങ്ങനൊരു അന്വേഷണ റിപ്പോർട്ട് വരുന്നുണ്ടെങ്കിൽ അതിൽ IG റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് ഈ കേസ് അന്വേഷിക്കാൻ നിർദ്ദേശിക്കണമെന്നൊരു ആവശ്യമാണ് അവർ പ്രധാനമായും കോടതിയുടെ മുമ്പാകെ വെക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ അവർ ആവർത്തിച്ച് പറയുന്നു, ഇതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം തുടരും. ഇതിൽ കുറ്റക്കാർക്കെതിരെ ശിക്ഷ ഉണ്ടാകും വരെ, കൃത്യമായ നടപടി ഉണ്ടാകും വരെ നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെ അവർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പൊ ഈ ക്ലർക്കിന്റെ കാര്യം പറഞ്ഞല്ലോ റിയ, ക്ലർക്ക് വീട്ടിൽ കൊണ്ടുപോയി, എന്തിന് കൊണ്ടുപോയി? അപ്പോൾ പറയുന്നു അത് സെഷൻസ് കോടതി ജഡ്ജിയുടെ അനുമതിയോടെ ആയിരുന്നു, അതിൽ തെറ്റില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ അതിലൊരു ക്രോസ് വെരിഫിക്കേഷൻ നടത്താൻ വേണ്ടി ഇങ്ങനെ ഒരു അനുമതി കൊടുത്തിട്ടുണ്ടോ ആ ക്ലർക്കിനെന്ന ക്രോസ് വെരിഫിക്കേഷൻ പോലും നടത്തിയിട്ടില്ല എന്നൊരു പരാതി കൂടിയുണ്ട്.
അതെ അതെ, ആര്യ സൂചിച്ചു. അതായത് 2018 ഡിസംബർ മാസത്തിലാണ് ഈ ജില്ലാ ജഡ്ജിയുടെ PA മഹേഷ് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചതെന്ന് അതിജീവിതം നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. അന്ന് രാത്രി നടന്ന പരിശോധന ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണെന്നായിരുന്നു ഈ PA മൊഴി നൽകിയത്. പക്ഷേ ഈ ജഡ്ജി ഇങ്ങനൊരു ആവശ്യം നിർദ്ദേശിച്ചു എന്നതിന്റെ കൂടുതൽ ആ കാര്യങ്ങളിൽ വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി പരിശോധിച്ചിട്ടില്ല എന്നൊരു വലിയ വിമർശനവും പരാതിയും അവർ കോടതിയെ സമീപിച്ചപ്പോൾ മുന്നോട്ട് വെച്ചിരുന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷം 2021 വീണ്ടും ഈ വിചാരണ കോടതിയിലെ ശിരസ്തദാർ മെമ്മറി കാർഡ് പരിശോധിച്ചു. അത് അയാളുടെ ഫോണിലിട്ടാണ് പരിശോധിച്ചത്. ഇത് പിന്നീട് യാത്രക്കിടെ നഷ്ടമായെന്ന് പറയുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളിൽ വീണ്ടും അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് അതിജീവിത നേരത്തെ തന്നെ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ അവർ ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു പറയുന്നത് കോടതിയിലാണ് പൂർണ്ണമായും തന്റെ സ്വകാര്യത ഉൾപ്പെടുന്ന ഇരയായ കേസുമായി ബന്ധപ്പെട്ട ഒരു മെമ്മറി കാർഡ് സൂക്ഷിക്കുന്നത്. ആ കോടതിയിൽ വെച്ച് തന്നെ ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ സ്വകാര്യത നഷ്ടമാകുന്ന സംഭവം ഉണ്ടാവുകയും അത് കുറ്റവാളിക്ക് അനുകൂലമാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത് വളരെ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ തന്നെയാണ്.